പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഷിമ്മീസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ്. ഇതൊക്കെ കൂടുതലും ആൾക്കാർ ഷോപ്പിലൊക്കെ പോയിട്ടാണ് വാങ്ങാറുള്ളത്. എന്നാൽ 1/2 മീറ്റർ തുണി ഉണ്ടെങ്കിൽ നമുക്കിത് സ്വന്തമായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതൊന്നും തയ്ക്കാൻ തയ്യൽ പഠിക്കണമെന്നൊന്നുമില്ല. ഇതുപോലെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലുള്ള വീഡിയോസുകൾ കാണാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്തിടാൻ മറക്കല്ലേ. ആദ്യം തുണിയുടെ വീതി ഭാഗത്തെ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് നീളത്തിലുള്ള ഭാഗം കൂടി ഇതുപോലെ മടക്കിയെടുക്കുക. ഇപ്പം നമുക്ക് മുകൾ ഭാഗം മടക്കി 4 ലെയറുകളായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി എത്ര ഇഞ്ച് ഇറക്കമാണോ വേണ്ടത് അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ എടുക്കുന്നത് 20 ഇഞ്ചാണ്. മുകൾ ഭാഗം കട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി എടുക്കുന്നുണ്ട്. ഷോൾഡർ ഞാൻ എടുക്കുന്നത് 6 ഇഞ്ചാണ്. പിന്നെ നെക്കിൻ്റെ അകലം 2.5 ഇഞ്ചാണ് എടുക്കുന്നത്, അതും ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ആം ഹോൾ ഞാൻ എടുക്കുന്നത് 6.5 ഇഞ്ചാണ്. പിന്നെ ഇവിടെ ചെസ്റ്റിൻ്റെ ഭാഗത്തെ വണ്ണം വേണ്ടത് 36 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 9 ഇഞ്ചും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ നമുക്ക് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു 13 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെസ്റ്റിൻ്റെ ഭാഗത്ത് എടുത്ത വണ്ണത്തേക്കാളും 1/2 ഇഞ്ച് കുറച്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ 8.5 ഇഞ്ചും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെസ്റ്റിൻ്റെ ഭാഗത്തെടുത്ത വണ്ണത്തേക്കാളും 1/2 ഇഞ്ചും കൂടി കൂട്ടി 9.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഷെയ്പ്പ് വരച്ചെടുക്കാം. ആം ഹോളും കൂടി ഷെയ്പ്പ് ചെയ്തെടുക്കാം. ഷോൾഡറിൻ്റെ ഭാഗം കട്ട് ചെയ്യുന്നില്ല, ഇതുപോലെ തന്നെയാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് തുണി തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് ഷോൾഡറിൻ്റെ ഭാഗം ജോയിൻ്റ് ചെയ്തെടുത്താലും മതി. നെക്കിൻ്റെ ഇറക്കം ഞാൻ എടുക്കുന്നത് 6 ഇഞ്ചാണ്. മുകളിലിടുന്ന ഡ്രസ്സിനേക്കാളും 1/2 ഇഞ്ച് കൂട്ടിയിട്ടാണ് ഷിമ്മീസിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ 6.5 ഇഞ്ച് കിട്ടുന്നതാണ്. ബാക്ക് നെക്കിൻ്റെ ഇറക്കം കുറയ്ക്കണം എന്നുള്ളവർക്ക് കുറച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ രണ്ടും ഒരേ അളവ് തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ഈ സൈഡ് ഭാഗത്ത് 1 ഇഞ്ച് മുകളിലേക്ക് എടുത്ത് ഒരു കർവ് ഷേപ്പ് കൂടി വരച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ആദ്യം കഴുത്തിൻ്റെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. 4 ഇഞ്ച് വീതിയിൽ ഇതുപോലെ 2 പ്രാവശ്യം മടക്കി വെച്ചിട്ട് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റാത്തവർ ആദ്യം ഒരു പ്രാവശ്യം ഇതുപോലെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്നും കൂടി മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. അങ്ങനെ ഇതുപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കൈക്കുഴിയുടെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതും ഇതുപോലെ തന്നെ 2 പ്രാവശ്യം മടക്കി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്.
2 ആം ഹോളിൻ്റെ ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൈഡ് ഭാഗത്ത് നമ്മൾ 1.5 ഇഞ്ച് വീതിയിലാണ് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഭാഗത്ത് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ 2 സൈഡ് ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോട്ടം ഭാഗം കൂടി ഡബിൾ ഫോൾഡ് ചെയ്ത് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഏതളവിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി പുതിയൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം.